ഇസ്രായേലിനെതിരെയുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തി ഖത്തർ രംഗത്ത് വന്നിട്ടുണ്ട്. ഖത്തർ ഇതുവരെ മധ്യസ്ഥ റോളായിരുന്നു എടുത്തത്. ഹമാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഖത്തറിന്റെ മധ്യസ്ഥ റോൾ എന്ന് തിരിച്ചറിഞ്ഞ് ഖത്തറുമായി ഇനി മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ആദ്യം ഖത്തർ ഹമാസിനെ ദോഹയിൽ നിന്നും പുറത്താക്കണം എന്ന ആവശ്യമുന്നയിച്ച് ഇസ്രായേൽ മുമ്പോട്ട് വന്നെങ്കിലും ഗൗനിക്കാതെ വന്നപ്പോഴാണ് ഹമാസ് കേന്ദ്രത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേൽ പദ്ധതിയിട്ടതുപോലെ ഹമാസ് നേതാക്കളെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ഖത്തർ സിവിലിയൻസിനൊന്നും ജീവനഷ്ടമുണ്ടാവാതെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് പോലും തീപിടിക്കാതെ ഹമാസ് നേതാക്കൾ താമസിക്കുന്നെന്ന് കരുതുന്ന ടവറിലെ ഒരു മുറി മാത്രം തകർക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിന്റെ നേട്ടമായി വിലയിരുത്തുന്നു. ഇതോടുകൂടി സമാധാന ചർച്ച അവസാനിപ്പിച്ച ഖത്തർ ഏതു വിധേനയും ഇസ്രായേലിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഭാഗമായാണ് ഖത്തർ അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്തത്. സൗദി കിരീടാവകാശി MBS അടക്കമുള്ള പ്രമുഖ നേതാക്കളെ എത്തിക്കാൻ കഴിഞ്ഞു. വിചിത്രമായ സംഗതി, ഖത്തറിന് നേരെ സമാനമായ സാഹചര്യത്തിൽ വ്യോമാക്രമണം നടത്തിയിട്ടുള്ള ഇറാൻ പ്രസിഡന്റും എത്തി എന്നതാണ്. ഖത്തറിന് നേരെയുള്ള ആക്രമണത്തെ അറബ് രാജ്യങ്ങളുടെ ഐക്യമായി ചിത്രീകരിക്കാനും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുമുള്ള നീക്കത്തിലാണ് അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ. അതിനുവേണ്ടിയാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ സൈനിക കരാറിൽ ഒപ്പുവെച്ചത്. എന്ന് വെച്ചാൽ ഖത്തറിന് നേരെ ഇനി ആക്രമണം ഉണ്ടായാൽ കൈയും കെട്ടി നിൽക്കാൻ പറ്റില്ല. പാകിസ്ഥാന്റെ സഹായത്തോടെ തിരിച്ചടിക്കുകയാണ് ലക്ഷ്യം.